നമസ്കാരം. ഒരു സിനിമ കണ്ടു. കുറേ നാളുകളായി ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. കാരണം ഷറഫ് നിർമ്മിക്കുന്നു. അപ്പോൾ ഷറഫുദ്ദീനുമായുള്ള ഒരു ആത്മബന്ധങ്ങൾ കൂടുതലാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് രാവിലെ തന്നെ ആദ്യ ഷോയിൽ കണ്ടു. ഷറഫുദ്ദീൻ പ്രൊഡക്ഷനിൽ ആദ്യമായി ഒരു സിനിമ. അത് ശ്രീ ഗോകുലം മൂവീസ് ബാനറിൽ ഗോകുലം ഗോപാലൻ ചേട്ടനും കൈചേർത്താണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. സിനിമ ഇന്ന് റിലീസ് ചെയ്ത് സിനിമയെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ പല സിനിമകളും കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പ്രിയദർശൻ സാറിൻ്റെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇത്തരം സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. വെട്ടം സിനിമ നമുക്ക് ഇഷ്ടപ്പെടാതെ പോയില്ല. CID മൂസ ഇഷ്ടപ്പെടാതെ പോയിട്ടില്ല. നാടോടിക്കാറ്റ് ഇഷ്ടപ്പെടാതെ പോയിട്ടില്ല. അപ്പം ആ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് എങ്ങനെയാകണം എന്ന രീതിക്കാണ് ഈ പോകുന്നത്. അതാണ് പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമ. അതിൻ്റെ പേരും അത് തന്നെയാണ്. ഇവിടെ ഷറഫ് ഒന്ന് പൂന്ത് വിളയാടി. ഷറഫിൻ്റെ വിളയാട്ടം ഗംഭീരമായിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ അതിൽ അഭിനയിച്ച ഓരോ കഥാപാത്രങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വെട്ടം സിനിമയ്ക്ക് ഇഷ്ടപ്പെടാതെ ഇന്ന് വരെ പോയിട്ടില്ല. CID മൂസ നമുക്കിഷ്ടമല്ലേ? അപ്പം ഇവർക്ക് യാദൃശ്യമായി വന്ന് കിട്ടുന്ന അന്വേഷണങ്ങളിൽ ആ സിനിമയുടെ ഒരു യാത്ര വലുപ്പമേറുകയാണ്. ഇതിൽ അഭിനയിച്ച ഓരോ ആളുകളും കേട്ടോ എടുത്തു പറയണം. അനുപമയൊക്കെ പ്രേമത്തിൽ അഭിനയിച്ച് നമ്മൾ കണ്ട് അതിൽ നിന്നൊക്കെ മാറി ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഇവരുടെ ഒരു കൂട്ടുകെട്ട്, പ്രേമത്തിലെ ഗിരിരാജൻ കോഴിയാണല്ലോ, അവരുടെ ഒരു കൂട്ടുകെട്ട് അത് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. വിനയ് ഫോർട്ടും ആ കൂട്ടുകെട്ടാണ് ഇതിനകത്ത്. അവരെല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞപ്പം ഇതിൽ വിജയരാഘവൻ ഗംഭീര വേഷം ചെയ്തിട്ടുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. വിജയരാഘവൻ ഗംഭീര വേഷമാണ്. അനുപമ ഞാൻ പറഞ്ഞ പോലെ വിനയ് ഫോർട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി അത് രസകരമായ നിലയിലേക്ക് തന്നെ അവതരിപ്പിച്ച് വെച്ചിരിക്കുന്നു. രഞ്ജിപ്പണിക്കർ നമ്മൾ ഇന്നുവരെ കാണാത്ത ഒരു രീതിയിലാണ് രഞ്ജിപ്പണിക്കറുള്ളത്. വിനായകൻ നമ്മൾ വിനായകനെ പല വില്ലനായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു വിനായകൻ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ സിനിമ പോയി കണ്ടാലേ മനസ്സിലാവുള്ളൂ. അതോടൊപ്പം തന്നെ ജോമോൻ ഉണ്ട്, ഷോബി തിലകനൊക്കെ നമ്മൾ പല സിനിമയിലും കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൽ വ്യത്യസ്തമായൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് അദ്ദേഹം. നിശാന്ത് സാഗർ, അതുപോലെ തന്നെ ശ്യാം മോഹൻ. എനിക്ക് പെട്ടെന്ന് കയറി വരുന്ന പേരുകളാണ്. ഇവരെല്ലാം ഒന്നിനൊന്ന് മികച്ച രീതിയിൽ അഭിനയിച്ചു വെച്ചിട്ടുണ്ട്. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ തുടക്കം തന്നെ നമുക്ക് ഒന്ന് ലാൻഡ് ചെയ്യാനൊരു സമയമെടുക്കുന്നുണ്ട്. സിനിമ ടൈറ്റിലൊക്കെ വന്ന് ലാൻഡ് ചെയ്യാനൊരു സമയമെടുക്കുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതിനുശേഷം സിനിമ അങ്ങനെ മെല്ലെ അങ്ങ് പോവുകയാണ്. ആ സിനിമ പോകും തോറും നമുക്ക് ആ സിനിമയോടുള്ള ഇഷ്ടം കൂടുകയാണ്. ആ സിനിമയുടെ വലിപ്പം എത്രമാത്രം ആവുമെന്ന് നമ്മൾ ഇങ്ങനെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. ഒരു നായയെ കാണാതാവുന്നു, അതിനെ തേടിയുള്ള ഒരു അന്വേഷണം, അത് രസകരമായിട്ട് അതിൻ്റെ ഒരു അന്വേഷണം പൂർത്തീകരിച്ചിട്ടാണ് സിനിമയ്ക്കൊരു ലാൻഡിങ് പോയിൻ്റ് ഉണ്ടാകുന്നത്. പിന്നീട് ആ സിനിമ വേറെ രീതിക്ക് പോകുന്നു. ഫസ്റ്റ് ഹാഫ് അങ്ങനെ പോയതിന് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴാണ് തിയേറ്ററിലൊരു ചിരിയുടെ ആരംഭം വരുന്നത്. ഫസ്റ്റ് ഹാഫിലും ചിരി അവിടെ ഇവിടെ ഉണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിൽ നമുക്ക് മനസ്സ് നിറഞ്ഞ് ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായി മാറി. കുട്ടികൾക്കും ഫാമിലിക്കും എൻജോയ് ചെയ്യാം. കുട്ടികൾക്ക് മോസ്റ്റായിട്ട് എൻജോയ് ചെയ്യാവുന്ന ഒരു സിനിമയാണ് കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ട് മാറുന്നു. അപ്പം ആ കുട്ടികൾ വരുമ്പോൾ ഫാമിലിക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ട് തന്നെ ഈ സിനിമ മാറിയിട്ടുണ്ട്. അവസാനം ഒരു 20 മിനിറ്റ് ഒരു ക്ലൈമാക്സ് ഉണ്ട്. എൻ്റെ പൊന്നു മക്കളെ, അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ആ ഒരു എക്സ്പീരിയൻസ് അത് ഒരു ലാഗുമില്ലാതെ, ആ മ്യൂസിക്കിൻ്റെ ഒരു ബലം കൂടെ ഉണ്ട്. മ്യൂസിക്കിൻ്റെ ബലം പറയാനില്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ബലം ഭയങ്കരമാണ്. അതിങ്ങനെ അങ്ങ് കൊണ്ടുപോയി നമ്മളെ ആ എൻഡിലെത്തിക്കുന്നവരെ നമ്മളെ മുൻമുനയിൽ നിർത്തി എന്താകും എങ്ങനെ തീരും എന്നുള്ളൊരു ആകാംക്ഷ നമുക്ക് ഈ സിനിമ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ നമുക്ക് കാണേണ്ട സിനിമയാണ്, കണ്ടിരിക്കാവുന്ന സിനിമയാണ്, കണ്ട് മനസ്സ് നിറഞ്ഞ് ഇറങ്ങിപ്പോകാമെന്ന് എൻ്റെ അഭിപ്രായമാണ്. പല ആളുകൾക്കും പല അഭിപ്രായമുണ്ട്. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഷറഫെ, നിങ്ങൾ പൊളിച്ചു. ഷറഫിൻ്റെ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു പ്രൊഡക്ഷൻ. ആ പ്രൊഡക്ഷൻ നിങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊരു ബിഗ് സല്യൂട്ട്. ഇനിയും നല്ല നല്ല സിനിമകളുമായിട്ട് പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് താങ്കൾ വരണം. അതോടൊപ്പം തന്നെ ഇതിൽ അഭിനയിച്ച ഓരോ ആളുകളുടെ മികവ് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ ക്ലൈമാക്സിലാണ് നമ്മളവിടെ ഇരുന്നിട്ട് നമ്മളെ ഒന്ന് പിടിച്ചുലർത്തുകയാണ്. ഇത് എന്ത് സംഭവിക്കും, എങ്ങനെ സംഭവിക്കും, സിനിമ കാണുമ്പോൾ നമുക്കറിയാം. അത് ഞാൻ പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പം മറക്കണ്ട, പെറ്റ് ഡിറ്റക്റ്റീവ് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാണാനുള്ളവർ എത്രയും പെട്ടെന്ന് കാണുക. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്ത് ഓടണം? MyG ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. MyG ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. MyG ആണ് ഫ്യൂച്ചർ.